ഇന്ന് അവധി ദിവസമൊന്നുമല്ല, എന്നാലും ധാരാളം സന്ദർശകർ ഇന്നും ഇവിടെ എത്തിയിട്ടുണ്ട്. കൊച്ചിയിലെ മനോഹരമായ സന്ധ്യയും ആസ്വദിച്ചുകൊണ്ട് എന്റെയും നിസാറിന്റെയും യാത്ര തുടരുകയാണ്. വഴിയോര കാഴ്ചകളും കണ്ടുകൊണ്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അവരെയൊക്കെ സന്തോഷിപ്പിക്കാനാവണം വയലിനും ഗിറ്റാറും ഏന്തിയ രണ്ട് ചെറുപ്പക്കാർ അവരുടെ സംഗീത വിരുന്ന് തുടങ്ങുകയായി. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇത്തരം കാഴ്ചകൾ സർവ്വസാധാരണമാണല്ലോ. എന്നാൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇത്തരം കാഴ്ച ഞാൻ ആദ്യമായാണ് കാണുന്നത്. 10,000 വാട്ട്സിന്റെ ആഡംബര സ്പീക്കറുകളൊന്നുമില്ല. രണ്ടുപേരും ലൈവായി ജനങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ട് പാട്ടുപാടുകയാണ്. കുറച്ചുനേരം ഇത് കണ്ട് ആസ്വദിക്കാതെ മുന്നോട്ടു പോകുവാൻ ആർക്കും കഴിയില്ല. അത്രയും മനോഹരമായിട്ടാണ് അവർ അവരുടെ ഉള്ളിലുള്ള ആ കലയെ പുറത്തേക്കെടുക്കുന്നത്. നമ്മുടെ ഓരോ പട്ടണങ്ങളിലും ഈ ചെറുപ്പക്കാരെ പോലുള്ളവരുണ്ടെങ്കിൽ എത്ര മനോഹരമായിരിക്കും നമ്മുടെ രാത്രികൾ. ഞാനിപ്പോൾ കൊച്ചിയിലെ പ്രശസ്തമായ ജ്യൂ ടൗണിലൂടെയാണ് നടന്നു പോകുന്നത്. നേരത്തെ കേട്ട തെരുവൂര സംഗീതത്തിന്റെ ഹാങ് ഓവർ ഇനിയും എന്നെ വിട്ടുപോയിട്ടില്ല. കൊച്ചിയിലെ തന്നെ മനോഹരവും വൃത്തിയുള്ളതുമായ ഒരു തെരുവാണ് ജ്യൂ ടൗൺ അഥവാ ജൂതത്തെരുവ്. വലിയ കല്ലുകൾ പാകിയ മനോഹരമായ ഒരു പാത, ഇരുവശവും മനോഹരമായ തെരുവുവിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര സാറിന്റെ സഞ്ചാരം വീഡിയോയിൽ കണ്ട ഏതോ ഒരു യൂറോപ്യൻ പട്ടണത്തിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് ആർക്കും തോന്നിപ്പോകും. 100-ലേറെ സ്ഥാപനങ്ങൾ ഈ ജൂതപട്ടണത്തിലുണ്ട്. ഓരോ സ്ഥാപനങ്ങളിലും സുന്ദരവും വിചിത്രവുമായ പുരാവസ്തുക്കൾ കാണാം. ഇത്രയധികം പുരാവസ്തു വിൽപ്പന കേന്ദ്രങ്ങൾ ഇങ്ങനെയൊരു ചെറിയ പ്രദേശത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്ന മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രം നമ്മുടെ സംസ്ഥാനത്ത് വേറെയുണ്ടാവില്ല. ഇതൊരു സുഗന്ധ വ്യഞ്ജന കേന്ദ്രം കൂടിയാണ്. മട്ടാഞ്ചേരി കൊട്ടാരത്തിനും ജൂതപ്പള്ളിക്കും ഇടയിലായാണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഒരു കാലഘട്ടത്തിന്റെ സംസ്കാരവും ചരിത്രവും ഇവിടെ ഇപ്പോഴും ഉറങ്ങാതെ കിടക്കുകയാണ്. കേരളത്തിലെ ജൂതന്മാരുടെ ആദ്യകാല വാസസ്ഥലങ്ങളിൽ ഒന്നാണിത്. എന്നാൽ ഇന്നീ പട്ടണത്തിൽ വളരെ കുറച്ച് ജൂതന്മാർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഈ തെരുവ് കാൽനട യാത്രക്കാർക്കുള്ളതാണ്. വാഹനങ്ങൾക്ക് ഒരു പരിധിവരെ നിയന്ത്രണമുണ്ട്. നമ്മുടെ ഓരോ പട്ടണങ്ങളിലും വാഹനങ്ങളുടെ കാതടിപ്പിക്കുന്ന ഹോണടി ശബ്ദങ്ങളില്ലാതെ വളരെ സമാധാനപരമായി കാൽനടയായി ഇങ്ങനെ ഷോപ്പിംഗ് ചെയ്യുവാനുള്ള ഓരോ തെരുവുകൾ ഉണ്ടായിരുന്നെങ്കിൽ എത്ര മനോഹരമായിരിക്കുമെന്ന് ഞാൻ ആലോചിച്ചു പോയി. കൊച്ചിയിലെ മട്ടാഞ്ചേരിയിലുള്ള ഈ ജൂതത്തെരുവുകളിൽ ഇന്നും ജൂത കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും എല്ലാം ഇവരിന്ന് കൊച്ചിക്കാരാണ്. എങ്കിലും തങ്ങളുടെ സാംസ്കാരിക തനിമ നിലനിർത്തുന്നതിൽ ഇവർ പ്രത്യേക ശ്രദ്ധ കാണിക്കുന്നുണ്ട്. അതിനാൽ ഈ ജൂതത്തെരുവിലെ കാഴ്ചകളും ജൂതന്മാരുടെ ഉത്സവങ്ങളുമൊക്കെ വലിയ ടൂറിസം ആകർഷണങ്ങളായി വളരുകയാണ്. ഇവിടുത്തെ സിനഗോഗും ജൂതന്മാരുടെ വീടുകളും ഈ തെരുവുമൊക്കെ നേരത്തെ തന്നെ മലയാളികളുടെ ഇഷ്ട വിനോദസഞ്ചാര കേന്ദ്രമാണെങ്കിലും ടൂറിസം മേഖല വളർന്നതോടെ ദേശീയ അന്തർദേശീയ ടൂറിസ്റ്റുകളും ഇങ്ങോട്ടേക്ക് ആകർഷിക്കപ്പെട്ടു തുടങ്ങിയിരിക്കുകയാണ്. ക്രിസ്തുവർഷം 72-ലാണ് ജൂതർ ആദ്യമായി കൊച്ചിയിലെത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. ജെറുസലേമിലെ 2ാം ജൂത ദേവാലയം തകർക്കപ്പെട്ട ശേഷം ഇവർ കൊച്ചിയിലേക്ക് പലായനം ചെയ്യുകയായിരുന്നുവത്രേ. ഈ കാണുന്നതാണ് സിനഗോഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇവരുടെ ആരാധനാലയം. സമയം വൈകിയതിനാൽ അകത്തേക്ക് പ്രവേശിക്കാനായില്ല. ഏകദേശം 400 വർഷത്തിലേറെ പഴക്കമുണ്ടത്രേ ഈ ആരാധനാലയത്തിന്. ഇന്ന് രാത്രി തന്നെ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുവാനുള്ളതാണ്. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്ന SG ട്രാവൽസിൽ തന്നെയാണ് ഞങ്ങളുടെ മടക്കയാത്രയും പ്ലാൻ ചെയ്തിരിക്കുന്നത്. ടിക്കറ്റ് നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. 9:30 മണിയാവുമ്പോഴേക്കും സൗത്ത് റെയിൽവേ സ്റ്റേഷനടുത്ത് എത്തേണ്ടതാണ്. ഫോർട്ട് കൊച്ചിയിൽ പോയി അവിടെ നിന്നും ജല മെട്രോയിലാണ് മടക്കം. വാട്ടർ മെട്രോയിലൂടെയുള്ള ആദ്യ യാത്രയ്ക്കൊരുങ്ങുകയാണ് ഞാനും നിസാറും. ടിക്കറ്റ് എടുത്തു അല്പം കഴിയുമ്പോഴേക്കും ഞങ്ങൾക്കായുള്ള വാട്ടർ മെട്രോ എത്തിക്കഴിഞ്ഞു. മറൈൻ ഡ്രൈവിലേക്കാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത്. കുറഞ്ഞ പൈസക്ക് മനോഹരമായ ഒരു യാത്രയാണ് വാട്ടർ മെട്രോയിലേത്. നല്ല വൃത്തിയും വെടിപ്പുമുള്ള എയർ കണ്ടീഷൻ ചെയ്ത ഒരു മനോഹരമായ ബോട്ട്. നേരം ഇരുട്ടിയതിനാൽ പുറത്തെ കാഴ്ചകൾ പകർത്തുവാൻ സാധിച്ചില്ല. അങ്ങനെ വാട്ടർ മെട്രോ യാത്രയും കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒരു ഹോട്ടലിലേക്ക് കയറുകയാണ്. നല്ല വിശപ്പുണ്ട്. സമയം 9:30 ആവാറായിരിക്കുന്നു. ബസ് എടുക്കാൻ നേരമായി. പെട്ടെന്ന് തന്നെ കഴിക്കണം. ആവുന്നത്ര സ്പീഡിൽ ഞങ്ങൾ അത് കഴിച്ചു തീർത്തു. പക്ഷേ അപ്പോഴേക്കും സമയം 9:30 കഴിഞ്ഞിരിക്കുന്നു. SG ട്രാവൽസ് ഞങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഒരു വിധത്തിൽ ഓടി ബസ്സിനകത്ത് കയറി. ഞങ്ങൾക്ക് വേണ്ടി കുറച്ചുനേരം കാത്തു നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ബസ് ജീവനക്കാരും ഞങ്ങളോട് മോശമായി ഒരു വാക്കുപോലും പറഞ്ഞില്ല. എനിക്കതിൽ അത്ഭുതവും ഖേദവും തോന്നി. ഇവരുടെ മാന്യമായ പെരുമാറ്റത്തിന് മുന്നിൽ തോറ്റുപോയ ഞാൻ അവരോട് മാപ്പ് പറഞ്ഞു എന്ന് തന്നെ പറയാം.
അങ്ങനെ ഞങ്ങളുടെ കൊച്ചിയിലെ ആ ഒരു ദിവസം ഇവിടെ തീരുകയാണ്. രാവിലെ മുതൽ കൊച്ചിയുടെ പല ഭാഗങ്ങളിലേക്കായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടത്തോട് ഓട്ടമായിരുന്നു. നല്ല ക്ഷീണമുണ്ട്. ഇനി നന്നായി ഒന്ന് കിടന്നുറങ്ങണം. ഇരുട്ടിയിൽ നിന്നും കൊച്ചിയിലേക്ക് വരുമ്പോൾ നമ്മൾ അനുഭവിച്ച സുഖകരമായ ആ ഉറക്കം തന്നെയാണ് നേരത്തെ റൂം ബുക്ക് ചെയ്ത ഞങ്ങൾ ആ റൂം ക്യാൻസൽ ചെയ്ത് ഇതേ ബസ്സിൽ തന്നെ തിരിച്ചു പോരാനുള്ള കാരണം. സമയലാഭം തന്നെയാണ് ഞാൻ അതിൽ കണ്ട ഏറ്റവും വലിയ നേട്ടവും. ഇരുട്ടിയിൽ നിന്നോ കണ്ണൂരിൽ നിന്നോ തലശ്ശേരിയിൽ നിന്നോ എറണാകുളത്തേക്ക് ചെറിയ എന്തെങ്കിലും ആവശ്യങ്ങളുമായി വരുന്നവർക്കുള്ള ഒരു കിടിലൻ ചോയ്സ് തന്നെയാണ് ST ട്രാവൽസ്. രാത്രി കണ്ണൂരിലെ കീഴ്പള്ളിയിൽ നിന്ന് പുറപ്പെടുന്ന ഈ ബസ് പുലർച്ചെ കൊച്ചിയിലെത്തും. ഉറക്കം നഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ പകൽ മുഴുവനും നമുക്ക് എനർജറ്റിക്കായി കാര്യങ്ങൾ നടത്തുകയും ചെയ്യാം. തിരിച്ച് ഉറങ്ങിക്കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് അന്ന് തന്നെ മടങ്ങുകയും ചെയ്യാം. അപ്പോൾ ഇനി എനിക്കുറങ്ങാനുള്ള നേരമായി. ഈ പേജ് ഫോളോ ചെയ്യുന്ന കാര്യം പരിഗണിക്കുകയാണെങ്കിൽ മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ നിങ്ങളുടെ സ്വന്തം മിസ്റ്റർ പുഴക്കര. ബൈ ബൈ.